ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര, പവേർഡ് ബൈ ഏകോൺ ഷിപ്പിംഗ്, ബ്രോട്ട് യു ബൈ അമൃതവേണി. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും റെയിൽപ്പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ. മുംബൈയിലേക്ക് ആദ്യമായി മലയാളി എത്തിയത് ജോലി തേടിയാണ്. പിന്നീട് അവർ ബിസിനസ് രംഗത്തിലേക്ക് കടന്നു. ഇന്ന് ആ ബിസിനസ് രംഗത്തിലേക്ക്, ആ തലപ്പത്തിലേക്ക് അവരുടെ മക്കൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പിതാവിന്റെ പാരമ്പര്യവും മക്കളുടെ ആശയവും ഒത്തുചേർന്നപ്പോൾ അതൊരു സക്സസ് ആയി മാറി, ഒരു സക്സസ് മന്ത്രമായി മാറി. ഇനിയും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ യൂണിക്കോ ഇൻഫ്ര എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 25 years in industrial construction, and the founder chairman Mr. MP Ajay Kumar and the directors Akhil and Vishnu. മൂന്ന് പേർക്കും സ്വാഗതം. അടുത്തത് സീസാഹ ഗ്രൂപ്പ്, എ ലീഡിംഗ് സീ ഫുഡ് എക്സ്പോർട്ടർ ഇൻ ഇന്ത്യ, ആൾസോ ഇൻ ഹോട്ടൽ കൺസ്ട്രക്ഷൻ ആൻഡ് ബിസിനസ്, മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ MK നവാസ് ആൻഡ് ഹിസ് സൺ റിസിൻ നവാസ്. അടുത്തതായി കെർവ് ഡൈസ്, സ്പെഷ്യലൈസ് ഇൻ മാനുഫാക്ചറിംഗ് ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് മോഡൽസ് ഡൈസ്, blow molds, expertise in injection molds and CNC machine and EDM. Proprietor Mr. Sunil Kumar KS and Mr. Abhijit Sunil Kumar. അപ്പൊ ഞാൻ അഖിൽ തുടങ്ങാം. അഖിൽ, അച്ഛന്റെ ബിസിനസ്സിലേക്ക് വന്നിട്ട് എത്ര നാളായി? ഇപ്പോ ഞാനിപ്പോ ഒരു 5 വർഷമായി അച്ഛന്റെ ബിസിനസ്സിൽ വന്നിട്ടുള്ളത്. ഇതിന് മുൻപ് ഞാൻ പഠിച്ചു കഴിഞ്ഞതും ഞാൻ അച്ഛന്റെ ബിസിനസ് ജോയിൻ ചെയ്തു. ഇന്ത്യ വെളിയിൽ പഠിച്ചത്, ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് ഇന്ത്യക്ക് പുറത്താണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് അച്ഛന്റെ ബിസിനസ് ജോയിൻ ചെയ്തു. ആരാണ് ഫോഴ്സ് ചെയ്ത് ബിസിനസ്സിലേക്ക്? ആരും ഫോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. പണ്ട് മുതലേ ഇല്ല, ഒരിക്കലും ഇതന്നെ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം വീട്ടിലൊരിക്കലും ഉണ്ടായിട്ടില്ല. അത് എന്റെ ചോയ്സ് തന്നെയായിരുന്നു. കാരണം അത് ചെറുപ്പം മുതലേ ഇതന്നെ കണ്ട് വളർന്ന് ചിലപ്പോൾ അത് ഇഷ്ടം വന്നതായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ വേറൊരു ഓപ്ഷൻ അങ്ങനെ ചൂസ് ചെയ്തുമില്ല. പിന്നെ വന്നതും ഡയറക്റ്റ് ഓഫീസിൽ കയറി ഇരിക്കലൊന്നും ആയിരുന്നില്ല കേട്ടാ. വന്നത് തന്നെ സൈറ്റിൽ അയച്ചു. ഞാൻ വെളിയിലായിരുന്നു, സൈറ്റിലായിരുന്നു, നാഗ്പൂര്. അപ്പൊ 25 വർഷമായി. 25. അതില് 20 വർഷം കണ്ട ആളൊരാളാണ്. 5 വർഷം ഇപ്പോൾ ഈ ബിസിനസ്സിൽ. അപ്പൊ എന്തൊക്കെ പുതിയ ടെക്നോളജികൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? പലതും ചെയ്യാൻ പറ്റി. നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് അവിടെ. അതായത് അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അങ്ങനൊന്നുമില്ല. ചെയ്തു നോക്കൂ, പറയാൻ പറ്റില്ലല്ലോ ഇനി സക്സസ് ആവില്ലേന്ന്. അപ്പൊ എന്തിനൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പലതായാലും പുറം രാജ്യം ഇപ്പൊ ഞങ്ങൾ പഠിച്ചുകൊണ്ട് അവിടുത്തെ ടെക്നോളജി എന്താണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഇപ്പൊ എന്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഇപ്പൊ ലേബർ ഭയങ്കര ഷോർട്ടേജ് ആയിട്ടുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി നമുക്ക് ഇപ്പൊ ഡിപ്പെൻഡ് ആവുന്ന കുറെ മെഷീനറീസും AI അതൊക്കെ വളരെയായിട്ട് നമുക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമുണ്ട് ഞങ്ങളുടെ രീതിക്ക്, പറ്റുന്ന രീതിക്ക്. ഞാൻ വിഷ്ണുവിലേക്ക് കൊടുത്തു. വിഷ്ണു, എങ്ങനെയാണ് അഖിൽ പറഞ്ഞ പോലെ ആ ടെക്നോളജികൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയ ടെക്നോളജികൾ? പുതിയ ടെക്നോളജി ഞാനിപ്പോ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കറന്റ് ഓപ്പറേഷനെ നമ്മൾ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം, അതിലാണ് ഇപ്പൊ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൂടുതൽ നമ്മളുടെ മാൻ പവർ ഫോക്കസ്ഡാ നമ്മളുടെ കൺസ്ട്രക്ഷനാ. അപ്പൊ അതിനെ എങ്ങനെ മെഷീനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാൻ പവർ ഇപ്പൊ വളരെ ഡിഫിക്കൽട്ടാ. അപ്പൊ അതിനെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് ഇംപ്രൂവൈസ് ചെയ്ത് കറന്റ് ബിസിനസിനെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാന്നുള്ള ഒരു ഫോക്കസിലാണ് ഞാൻ ഇപ്പൊ കറന്റ്ലി. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പം നേഴ്സ് വരിക്കും വന്നിട്ട് AI ആണ്, ഇഞ്ചക്ഷൻ കൊടുക്കാൻ വരിക്കും ആയി കഴിഞ്ഞു അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സമയത്തേക്ക് ഏതെല്ലാം രീതിയിൽ ലേബേഴ്സിനെ ചെയ്ത്, സ്കിൽഡ് ലേബേഴ്സ്, അൺസ്കിൽഡ് ലേബേഴ്സ്, ഇതിൽ ആരൊക്കെ ആയിരിക്കും മാറ്റാൻ നോക്കും? സ്കിൽഡ് ആയിരിക്കും കൂടുതൽ. സ്കിൽഡ് ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങളുടെ പോലെ ഇത് ഡോളർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാ. അതെ, എങ്ങനെയുണ്ട് സീ ഫുഡ് ബിസിനസ് വരാൻ ആഗ്രഹമായിരുന്നു പണ്ട് പോലെ? ചെറുപ്പം മുതൽ ഇതൊക്കെ കണ്ട് നോക്കി അങ്ങനെ പഠിച്ചു വന്നതാണ്. ഇപ്പൊ ഒരു പുതിയ ഫാക്ടറി തുടങ്ങി. ഇപ്പൊ ഒരു പുതിയ ഫാക്ടറി കൂടി തുടങ്ങി. യെസ്. ഓക്കെ, ഇപ്പൊ എക്സ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ് പ്രശ്നം? എക്സ്പോർട്ടിൽ ഇപ്പൊ ഈ പുതിയ ട്രംപിന്റെ 50% ടാരിഫ് കാരണം കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. US എക്സ്പോർട്ടിനെ മോസ്റ്റ്ലി അത് എഫക്ട് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന US എക്സ്പോർട്ടേഴ്സ് ഉണ്ട്. അവരിനി ഞങ്ങളുടെ മാർക്കറ്റിൽ വരും. ഞങ്ങളുടെ മാർക്കറ്റിൽ വരുമ്പോൾ അത് ഞങ്ങനെ എഫക്ട് ചെയ്യും. ഇപ്പൊ ഇൻ ടോട്ടൽ എല്ലാവരും എഫക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്, വാട്ട് ഈസ് യുവർ ഫോക്കസ് ഓൺ ദിസ്? എന്തായിരിക്കും, എന്ത് മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു? വിത്ത് റെസ്പെക്ട് ടു ഈ ടാരിഫ്, ഇനി ഞങ്ങൾക്ക് ഇങ്ങനത്തെ മാർക്കറ്റ്, ഒരു പെർട്ടിക്കുലർ മാർക്കറ്റ് നോക്കി ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇൻ ആ കേസ് ഞങ്ങൾ കൂടുതൽ യൂറോപ്പ് മാർക്കറ്റാണ് ഫോക്കസ്ഡ്. യൂറോപ്പ് മാർക്കറ്റ് തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇനി യൂറോപ്പിൽ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസ് ഫുൾ എഫക്ട് ആവും. അപ്പൊ ഇന്ത്യയിൽ നമുക്ക് റെഡി ടു ഈറ്റ് ആ ഒരു കൺസെപ്റ്റിലേക്ക് ചിന്തിച്ചുകൂടെ? കുറെ കമ്പനികൾ ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിനെ കുറിച്ചും. പക്ഷെ ഇനി അത്
ഫ്യൂച്ചറിൽ കുറച്ചും കൂടി ആയിട്ട് ഒന്ന് എക്സ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആയിക്കോട്ടെ. ഡൈ ബിസിനസ്സിലാണ് അതെ. അല്ലെ? എന്താണ്? പ്ലാസ്റ്റിക് മോൾഡ് ആണ് അല്ലെ? പ്ലാസ്റ്റിക് എന്തിനൊക്കെ മോൾഡിംഗ് ആണ് ചെയ്യുന്നത്? കൂടുതൽ ചെയ്യുന്നത് നമ്മുടെ ഇഞ്ചക്ഷൻ മോൾഡ് ആണ്, പിന്നെ ബ്ലോ മോൾഡ് ആണ്. ഹൗസ് ഹോൾഡ് ചെയ്യും, ഇലക്ട്രിക്കൽ ചെയ്യും, റെഫ്രിജറേഷൻ ഐറ്റം ചെയ്യും, എല്ലാം ടൈപ്പ് ഇഞ്ചക്ഷൻ മോൾഡിംഗ് ചെയ്യും. അതിലൊക്കെ ടെക്നോളജിയിൽ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. എന്താണ് ഇപ്പൊ പുതിയതായിട്ട് അതിനകത്തൊരു നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്താണ് ആക്ച്വലി? ലേബർ ആണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഓക്കെ. അത് കാരണം പുതിയ മെഷീനറീസ് ഇറക്കി കഴിഞ്ഞാൽ ലേബർ കുറയും. അതാണ് ഇപ്പോ ചെയ്തത്. അജേട്ടാ, ഇവർക്കിപ്പം മെയിനായിട്ട് അവര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ലേബറിന്റെയാണ്, സ്കിൽ ലേബേഴ്സ്. പണ്ട് താങ്കളൊക്കെ ജോലിക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലെ? ഇല്ല, ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ലേബർ ഷോർട്ടേജ് വന്നിട്ടില്ല. ലേബർ ഷോർട്ടേജ് ഒരു 10 കൊല്ലമായിട്ടാണ് ഇപ്പൊ നമ്മൾ അതിന് വേണ്ടി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 കൊല്ലമായിട്ടാണ്. ഞങ്ങളുടെ സമയത്തൊന്നും സഫീഷ്യന്റ് ലേബറാണ്. സഫീഷ്യന്റ് ലേബർ എന്ന് വെച്ചാൽ അത് ചീപ്പ് റേറ്റിലും കിട്ടുമായിരുന്നു, അതുവരെ ഒരുപാട് ലേബർ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു. ഈ ലേബറിനെ ഇവർ AI മാറ്റാൻ പോവുകയാണ്. ആ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ സക്സസ് ആവും തോന്നുന്നുണ്ടോ? AI ഇംപ്ലിമെന്റ് ആക്കണമെങ്കിൽ അതിന് ഒരുപാട് സമയമെടുക്കും. കാരണം ഞങ്ങൾ ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ്. അതിനപ്പം ആയിക്കോട്ടെ, ആക്ച്വലി അത് സപ്പോർട്ടിങ് ആൻഡ് ലെവലിംഗ് സിസ്റ്റം ഒക്കെ അത് ടെക്നോളജി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാലങ്ങൾ എടുക്കും. കാരണം അത് പെട്ടെന്ന് സാധ്യത കുറവാണ്. എത്ര സമയം എടുക്കുമെന്നാണ് വിഷ്ണു ചിന്തിക്കുന്നത്? AI പോകാനായിട്ട് സമയം എടുക്കും. സ്കിൽഡ് നമുക്ക് AI യൂസ് ചെയ്താലും സ്കിൽഡ് ലേബർ വേണം. നമുക്ക് വെൽഡ് ചെയ്യുന്ന ഒരു സംഭവം അത് നമുക്ക് ബൈ മിഷനറി ചെയ്യാൻ സാധിക്കും അല്ലേ? പറ്റും. അത് ഓൾറെഡി ഉണ്ട്. വെൽഡിങ് ഇപ്പോൾ ഓൾറെഡി എത്രയോ വർഷങ്ങൾക്ക് മുന്നേ സോ വെൽഡിങ്. അപ്പൊ നമ്മള് 15 ആൾക്കാരെ വെച്ച് വെൽഡ് ചെയ്ത് ഒരു സോ മെഷീൻ മതി. ഞങ്ങൾ വെൽഡിങ് അല്ല, ഇതുവരെ സിവിൽ ആയിട്ടാണ് ഞങ്ങൾ മാക്സിമം ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, കൺസ്ട്രക്ഷനിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്ന ഒരു സംഭവം, മിക്സ് ചെയ്യുന്ന നമുക്കത് ഓട്ടോമാറ്റിക്കലായിട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് മാറിക്കൂടെ? അത് ഇപ്പൊ ഓൾറെഡി സെമി ഓട്ടോമാറ്റിക് ആ രീതി പോയിട്ടുണ്ട്. പക്ഷെ ആക്ച്വൽ വർക്ക് സൈറ്റിലേക്ക് നമുക്ക് അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്. ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം എന്നാണ്. എത്ര സമയത്തുള്ളത് ചെയ്യാൻ സാധിക്കും? അതിനുള്ള ടെക്നോളജി ശരിക്കും വന്നിട്ടില്ല കൺസ്ട്രക്ഷൻ. അതേ ടെക്നോളജി വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നവാസ് ഭായ്, താങ്കളുടെ ഈ ഒരു എക്സ്പോർട്ട് ബിസിനസ്സിൽ അല്ലെങ്കിൽ സീ ഫുഡ് പ്രോസസിംഗ് പ്ലാന്റിൽ കൂടുതലും ലേബേഴ്സ് ഏറ്റവും കൂടുതൽ ഇൻവോൾവ്. ഇപ്പൊ അങ്ങനെ ലേബേഴ്സിനെ കിട്ടാറുണ്ട്? എന്താണ് ഫേസ് ചെയ്യുന്നത് മെയിൻ പ്രോബ്ലം? ലേബറിന്റെ ഷോർട്ടേജ് എന്തായാലും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഗ്രേഡിംഗ് മെഷീൻ അങ്ങനത്തെ പിന്നെ ലോഡിംഗ് ഉള്ള ഫെസിലിറ്റീസ്, നേരെ സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നറിലേക്ക് ലോഡ് ചെയ്യുന്ന മെഷീന് അങ്ങനെയൊക്കെ ഉണ്ടാക്കി ലേബറിന്റെ ഇത് നമ്മൾ കുറച്ചിട്ടുണ്ട്. പീൽ ഓഫ് ചെയ്യാൻ വേണ്ടി തന്നെ മെഷീൻ. പക്ഷെ അതിലൊക്കെ കുറെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്നിരുന്നാലും പറയുന്ന പോലെ ഇന്ത്യയിൽ അതിനൊരു റെഡി ടു ഈറ്റ് ഒരു സംഭവത്തിലേക്ക് കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ബൈയിങ് പവർ കൂടുതലാണ്. ട്രംപിന് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതോ ട്രംപിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നാണോ? അല്ല, ട്രംപിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു മാർക്കറ്റ് ഉണ്ട് ഇന്ത്യയിൽ ഓൾറെഡി. പക്ഷെ അത് ഇനി സ്ലോലി അത് കൂടാനേ പോണുള്ളൂ. അപ്പൊ ഫോർ അസ് ഓൾസോ ഇറ്റ്സ് ബെറ്റർ ഞങ്ങൾ ഈ ഫീൽഡ്. അല്ല, ഈ വെനാമി ആണല്ലോ അല്ലേ കൂടുതലും ചെയ്യുന്നത്? വനാമി ബ്ലാക്ക് ടൈഗർ ആണ്. അത് നമുക്ക് ഇന്ത്യയിൽ ബയേഴ്സ് കൂടുതലില്ലേ നവാസ് ഭായ്? അതിനെ കുറിച്ച് ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർ ഫ്രഷ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇവര് പറഞ്ഞു ഈ ഫിഷ് ഇതൊക്കെ ഫ്രോസൺ ചെയ്ത് നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു പോയി കുക്ക് ചെയ്യാനല്ലേ ആഗ്രഹിക്കുന്നത് കൂടുതലും? Especially the working sector. But the working sector, alkar mostly prefer when they have a short of time. Ready to cook is the easiest way. Time save cheya minute. But majority people, as Nawaz bhai very truly said, ki fresh. They're looking for the fresh food if it is readily available. For fresh ആണ് ഫസ്റ്റ് പ്രിഫറൻസ് വരുന്നത്. റെഡി ടു കുക്കിലാണോ ആഗ്രഹം? കാരണം നിങ്ങളൊക്കെ എനിക്കൊന്ന് റെഡി ടു കുക്കിലേക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ? കിട്ടി വിത്തിൻ 1 മിനിറ്റിൽ നേരെ അങ്ങനെ ഒരു ഹീറ്റിംഗ് ഓവനിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്തിട്ട് പിന്നെ റെഡി ടു കുക്ക് നല്ലത് തന്നെയാണ്. അങ്ങനെയൊന്നും ഇല്ല, റെഡിലി അവൈലബിൾ ആണല്ലോ. ഇങ്ങനെ 5 മിനിറ്റ്സിൽ കുക്ക് ചെയ്യാം. പണ്ടത്തെ ഒരു സംഭവം ഇപ്പോഴത്തെ ആ ഒരു മാർക്കറ്റിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നില്ലേ? നീ ഇപ്പൊ എത്ര നാളായി ഇപ്പൊ ഈ ബിസിനസ്സിലേക്ക് എത്തി? ഞാൻ ഈ ബിസിനസ്സിലായിട്ട് ഇപ്പൊ ഒരു 8 years ആയി. 8 വർഷം കൊണ്ട് എന്ത് മാർക്കറ്റ് സ്റ്റഡിയാണ് ചെയ്തത് ഇതിനെ കുറിച്ച്? വിത്ത് റെസ്പെക്ട് ടു എങ്ങനത്തെ റെഡി ടു കുക്ക് ആൻഡ് ഈറ്റ്. കാരണം ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ പുള്ളിക്കാരി പറഞ്ഞ പോലെ പെട്ടെന്ന് മേടിച്ച് കഴിക്കുന്ന ഒരു സംരംഭത്തിലേക്ക് അവർ മാറി കഴിഞ്ഞു. അവരുടെ മെന്റാലിറ്റി തന്നെ കുറച്ച് സ്ലോലി ദേ ആർ മൂവിങ് ടു റെഡി ടു ഈറ്റ്. ഓൺലി ഇഷ്യൂ ഇസ് ഇപ്പൊ വർക്കിംഗ് ക്ലാസ് ആകുമ്പോൾ അവർക്ക് കാലത്ത് 9 to 6 ജോബ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ അതില് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയമില്ല. അല്ലെങ്കിൽ ആ ഭക്ഷണം ഉണ്ടാക്കാനുള്ള അത് ടയർഡ്നെസ് കാരണം ഉണ്ടായിട്ട് കിടക്കാനായിരിക്കും അവര് പ്രിഫർ ചെയ്യുക. അപ്പൊ അവർക്കൊക്കെ ഈ റെഡി ടു ഈറ്റ് ആയിരിക്കും കുറച്ചും കൂടി പ്രിഫർ. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ എന്നാലും എക്സ്പോർട്ട് ചെയ്യുന്നതിലാണ് കൂടുതലും താല്പര്യം. എക്സ്പോർട്ട് ആകുമ്പോൾ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ആകുമ്പോൾ പോകില്ല. അല്ല, അത് വേണം. കാരണം അതാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പൈസ വരുന്നത് അല്ലേ?
ഡോളർ എത്തുന്നത് സീ ഫുഡ് ബിസിനസ് വഴിയാണ്. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പൊ പുതിയ നമ്മുടെ ഈ August 15 നരേന്ദ്രമോദി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകണം. GST there is going to be lot of changes. അങ്ങനെ ഇപ്പൊ ലോക്കൽ മാർക്കറ്റിൽ കൂടുതൽ ബിസിനസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എത്ര % ആണ് GST? 18%. എന്ത് മാറ്റമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഞങ്ങളുടെ സെക്ടറിൽ 18% തന്നെയാണ് ഇപ്പോ. 28% ക്യാൻസൽ ആക്കാനുള്ളതും പിന്നെ 12% ക്യാൻസൽ ആക്കാനുള്ളതാണ് ഇപ്പോൾ കേട്ടിരിക്കണേ. പിന്നെ there would be a hike of 40% for luxury items. അല്ല, ഇപ്പൊ പണ്ടുണ്ടായിരുന്ന ഒരു സർവീസ് ടാക്സും സെയിൽ ടാക്സ്, അതാണോ ഇപ്പൊ GST ആണോ? ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നു? പണ്ടായിരുന്നു ബെറ്റർ, ഇപ്പോ കുറച്ചും കൂടി എക്സ്ട്രാ കൊടുക്കണം. 18% കൊടുക്കണം. പണ്ട് 12.5 കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ അപ്പൊ 3-4 ടാക്സ് ഇല്ലായിരുന്നു, സർവീസ് ടാക്സ്, സെയിൽ ടാക്സ്, ഇല്ലേ? എല്ലാം കൂടിയിട്ട് നമുക്ക് പൊതു ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് സാധനങ്ങൾ. ഇപ്പൊ ഇമ്പോർട്ട് ഡ്യൂട്ടി എത്ര കൊടുക്കുമായിരുന്നു? 2012 ഇമ്പോർട്ട് ചെയ്തത്. തൈവാനിൽ നിന്ന് ഒരു മെഷീൻ ഇമ്പോർട്ട് ചെയ്തു. അന്ന് 48 റുപ്പീസിന് ഡോളർ കിട്ടുമായിരുന്നു. ഇപ്പൊ ഡോളർ വന്നിട്ട് 80 പ്ലസ് 82 റുപ്പീസിന് അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു നമുക്കൊരു ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പോർട്ടും ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്പോർട്ട് നമുക്ക് അധികം ബിസിനസ് ഇല്ല. നമുക്ക് ഈ ഇന്ത്യയിൽ തന്നെയാണ് കൂടുതൽ ബിസിനസ്. അതൊന്ന് ട്രൈ ചെയ്തുകൂടെ ഒരു എക്സ്പോർട്ട് സംഭവത്തിലേക്ക്? അല്ല, നമ്മള് ഒരു വട്ടം നൈജീരിയയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1-2 വട്ടം മാത്രം ചെയ്തിട്ടുള്ളൂ. ബാക്കി മൊത്തം ബിസിനസ് ഇന്ത്യയിലാണ് ചെയ്യണത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ സഫീഷ്യന്റ് ബിസിനസ് ഉണ്ട്. പിന്നെ ബൾക്കായിട്ട് ഓർഡർ കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്സ്പോർട്ടും ചെയ്യാം. അതായത് ഒരു യൂണിറ്റും കൂട്ടാം. 1-2 യൂണിറ്റ് കൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പോർട്ടും ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ യൂണിറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഓർഡർ സഫീഷ്യന്റ് ആണ്. കുറെ ഒക്കെ ഓർഡർ നമ്മൾക്ക് ചെയ്യാൻ പറ്റണില്ല, അതായത് ടൈമിന് കൊടുക്കാൻ പറ്റണില്ല. സാധാരണ ആൾക്കാർ പറയുന്നത് ബിസിനസ് കുറവാണെന്നാണ്. ഇവിടെ പറയുന്നത് സഫീഷ്യന്റ് ബിസിനസ് ഉണ്ട്, ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും ലേബർ ഷോർട്ടേജ് ആണ്. ലേബർ ഷോർട്ടേജ് ഒക്കെ മാറി പുതിയ ടെക്നോളജി വരട്ടെ. എന്തെങ്കിലും അതിനുള്ളിൽ ഞങ്ങളും തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേളയാണ്. ഹലോ മുംബൈ. ഇന്ന് നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കി കയ്യിലോട്ട് കൊടുത്തു കഴിയുമ്പോൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെ? എന്ന് പറഞ്ഞ പോലെ അച്ഛനൊക്കെ പണ്ട് ചെയ്ത് മക്കളിലേക്ക് കൊടുത്തതാണ്. അജേട്ടാ, ആ ഒരു സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നല്ലേ ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത്? എന്തൊക്കെ ഡിഫിക്കൽട്ടിയാണ് താങ്കളെന്ന്? ഒന്നാമത്തെ വെച്ചാൽ നമ്മളുടെ ജോലി വിട്ട്, അന്നത്തെ ശമ്പളമൊക്കെ അറിയാലോ, അത്ര കാര്യമായ ശമ്പളം, ആ ശമ്പളത്തിൽ ജോലി വിട്ട് നമ്മൾ ബിസിനസ് തുടങ്ങുകയാണ്. ആ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് യാതൊരു ഗ്രൗണ്ട് സപ്പോർട്ടില്ല. അതുമല്ല, ഞാനൊക്കെ അന്ന് ജോലി ചെയ്തിട്ടാണ് വിട്ടതെങ്കിലും ഇപ്പം ഞാൻ പ്രൊജക്ട് മാനേജറായിട്ടാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തത്. പക്ഷെ എങ്കിലും അന്ന് അതുവരെ നമ്മൾ അംഗീകരിച്ചതല്ലേ, നമ്മൾ കാണുമ്പോൾ സാറേ വിളിച്ച് സലാം പിടിച്ച ആൾക്കാരൊക്കെ ജോലി വിട്ട ശേഷം അവരെ മുഖമൊക്കെ മാറി തുടങ്ങി. ഇത് പല ക്ലയന്റിലേത് അപ്രോച്ച് ചെയ്യുമ്പോൾ പറയും, ഓക്കെ നീ ഇത്ര നാളെ അവിടെ ജോലി ചെയ്യുന്നു, ആ സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിനക്ക് നേരിട്ട് എന്നാൽ നിനക്ക് എന്താ കപ്പാസിറ്റി ഉള്ളത്? താങ്കളുടെ ഒരു പ്രൊജക്ടിന്റെ വാല്യൂ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, അല്ലേ? അല്ലല്ല, അന്നും ചെറിയ വർക്ക് ഉണ്ടായിരുന്നു. ഇന്നുകൊണ്ട് ചെറിയ വർക്കുണ്ട്. നമുക്ക് ഇപ്പം 10 ലക്ഷം, 20 ലക്ഷം, 50 ലക്ഷം, അങ്ങനെ ഓരോരോ ചെറിയ വർക്കുകൾ കമ്പനിക്കകത്ത് വരുന്നുണ്ട്. അത് ചെയ്യാൻ ആ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ ചെയ്യാൻ പറ്റും. പക്ഷെ അതുപോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. കാരണം അത് ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവരെ നോക്കണം. പിന്നെ ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ എന്തായാലും നമ്മൾ പുതിയ ബിസിനസ് എല്ലാ മിഷനും ഒന്നുമില്ല, നമ്മളെ കയ്യിൽ ഒന്നുമില്ല, 0. നമ്മളെ ഇത്ര നാളും പഠിച്ച അറിവും നമ്മളുടെ ബാക്കിയുള്ള പരിചയങ്ങളും മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു മെഷീനറി പോലും ഇല്ല. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ പെട്ടെന്ന് സാധിക്കുമോ താങ്കളൊക്കെ ചെയ്ത ഒരു സമയം പോലെ? ഇന്ന് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ചെറിയ ലെവലിൽ ചെയ്യാനായിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്. ടോട്ടലി ഗവൺമെന്റിന്റെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഒരുപാട് സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ ഒരാൾ ചെല്ലുമ്പോൾ അവർക്ക് GST എടുക്കുക, അതുമാതിരി ഈ PF എടുക്കുക, ESIC എടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് നൂലാമാലകളുണ്ട്. കാരണം താങ്കൾ കേരളത്തിൽ നിന്ന് വന്ന ഒരാളാണ്, ഇതൊരു മഹാരാഷ്ട്രയാണ്, ഇവിടെ ഒരു സ്ഥലമാണ്, അവർ അക്സെപ്റ്റ് ചെയ്തു, അല്ലേ? തീർച്ചയായിട്ടും അവരെ ഗ്രൗണ്ട് സപ്പോർട്ട് വെച്ചാൽ എനിക്ക് ഉണ്ടായിരുന്ന ഗ്രൗണ്ട് സപ്പോർട്ട് വെച്ചാൽ അന്ന് ഈ ലോക്കൽ മെറ്റീരിയൽ തരുന്ന ആൾക്കാരായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഗ്രൗണ്ട് സപ്പോർട്ട്. അവരന്ന് പറയായിരുന്നു, പേയ്മെന്റ് കമ്പനിയിൽ നിന്ന് പേയ്മെന്റ് കിട്ടിയ ശേഷം ഞങ്ങൾക്ക് മതി, അതുവരെ ഞങ്ങൾ ക്രെഡിറ്റ് തന്നേക്കാം എന്ന് ഭയങ്കര ധൈര്യമായിട്ട് തന്നു. ആ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇവർ ചെയ്തൊരു കൺസ്ട്രക്ഷൻ ബിസിനസ് ആണ്. കൺസ്ട്രക്ഷൻ പറയുമ്പോൾ ലോക്കൽ സപ്പോർട്ട് വേണം കാര്യം. താങ്കൾ അതല്ല ചെയ്ത്, താങ്കൾ യു സ്റ്റാർട്ട് എക്സ്പോർട്ടിങ് ഇറ്റ്. എങ്ങനെയാണ് ആ സ്റ്റാർട്ടിങ് തുടങ്ങി? ഇന്നിപ്പോ ഒരു എക്സ്പോർട്ട് കമ്പനി തുടങ്ങി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. അല്ല, ഇന്നിപ്പോ തുടങ്ങുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അന്ന് എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നത്, കാരണം എന്റെ അങ്കിള് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് ചെയ്ത് വന്നതുകൊണ്ട് അതിന്റെ ഒരു സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഒന്നും പെട്ടെന്ന് തുടങ്ങാൻ പറ്റുമൊന്നുമില്ല. ഇന്ന് പല എക്സ്പോർട്ട് കമ്പനികൾ, എനിക്ക് തോന്നുന്നു കോമ്പറ്റീഷൻ ഒരുപാടുള്ള ഒരു ഫീൽഡാണ്, അല്ലേ? അതായത് ഈ ഒരു പ്രത്യേകിച്ച് ഈ സീ ബെൽറ്റിലുള്ള ഒരു സ്ഥലത്ത്, അല്ലേ? ഇന്നിപ്പം താങ്കൾ മുമ്പ് മോൻ സൂചിപ്പിച്ച പോലെ ട്രംപിന്റെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വന്നതിന് ശേഷം നമുക്ക് മറ്റുള്ള കൺട്രികളിലേക്ക് അവിടുന്നേക്കുള്ള ഇവിടുന്ന് എക്സ്പോർട്ട് കുറഞ്ഞിട്ടുണ്ടോ അതോ കൂടിയിട്ടുണ്ടോ? എക്സ്പോർട്ട് കൂടിയിട്ടുണ്ട്, എല്ലാ കൊല്ലം കൂടിയാണ് എക്സ്പോർട്ട്. പക്ഷേ ഒറ്റ പ്രോബ്ലം, അന്ന് $14 ഡോളറിനുള്ളൂ
ഞാൻ തുടങ്ങുമ്പോ ഇന്ന് 85 രൂപയാണ്. അന്നൊരു കണ്ടെയ്നറിന്റെ ഒരു മാക്സിമം വാല്യൂ 50 ലക്ഷം രൂപയാണ്. ഇന്നൊരു കണ്ടെയ്നറിന്റെ 3 കോടി രൂപ ആണ് വാല്യൂ. ആ രീതിയിൽ നോക്കുമ്പോൾ അത്രയധികം ഫിനാൻഷ്യൽ സപ്പോർട്ടോടെ ഇപ്പൊ ചെയ്യണമെങ്കിൽ. അന്ന് റോ മെറ്റീരിയലിന്റെ പ്രൈസ് കുറവ്, ചെലവ് കുറവ് എല്ലാം ഉണ്ട്. പക്ഷെ ഇന്നിപ്പോ വില കൂടിയ, ഡോളർ കൂടിയെങ്കിലും അതിന്റെ എക്സ്പെൻസ്, റോ മെറ്റീരിയൽ പ്രൈസ് എല്ലാം കൂടിയിട്ടുണ്ട്. പണ്ടത്തെ ഒരു ഇതനുസരിച്ച് മാറും അല്ലേ? പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആ കൺട്രിയിലേക്ക് പോകും, അവിടെ മറ്റെന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? അതിന്റെ റിസീവിംഗ് പ്രോബ്ലം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? അത് നമ്മൾ ചെയ്യുന്ന പോലെ എല്ലാ രാജ്യത്തിനും റെഗുലേഷൻസ് ഉണ്ടല്ലോ. അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇന്ത്യയിൽ നിന്ന് മേടിക്കാനാണ്. കാരണം ബൈ പ്രൊഡക്റ്റ് കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ മേടിക്കാൻ. ഇപ്പൊ നമുക്ക് കോമ്പറ്റീഷൻസ് ഉണ്ട്, വിയറ്റ്നാമും തായ്ലൻഡിലും. വിയറ്റ്നാം കോമ്പറ്റീഷൻ ഇപ്പൊ ഒരുപാട് കൂടി. ബിസിനസ് തുടങ്ങിയപ്പോൾ മകൻ വരണമെന്നായിരുന്നു ആഗ്രഹം? ഇല്ല, എനിക്ക് ആഗ്രഹം മകനെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാനും അവിടെ ജോലി ചെയ്യിപ്പിക്കാനൊക്കെ ആയിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ മകന്റെ ആഗ്രഹമായിരുന്നു ബിസിനസ്സിലേക്ക് വരണം, അങ്ങനെയാണ്? ഞാൻ പുള്ളിയെ വിദേശത്തൊക്കെ വിട്ട് പഠിപ്പിച്ചതൊക്കെയാണ്. അങ്ങനെ വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലേ? കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് ടെക്നോളജിയിൽ വ്യത്യാസം വന്നു. ബിസിനസ് ആയിരുന്നോ താല്പര്യം? അങ്ങനെ പറയാൻ പറ്റില്ല. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാനും പഠിച്ചു കഴിഞ്ഞ് വന്നിട്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദറിന്റെ കമ്പനിയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ വിട്ടിട്ടാണ് നമ്മുടെ ഫാക്ടറിയിലേക്ക് വന്നത്. സ്റ്റാർട്ടിങ് തൊട്ട് ഓഫീസിൽ ഇരുന്നിട്ടില്ല. അതായത് ചെറിയ ചെറിയ പണികൾ ചെയ്ത് എല്ലാം പഠിച്ചിട്ടാണ് ഹയർ ലെവലിലേക്ക്. ഹസ്ബൻഡ് ബിസിനസ് ചെയ്യുന്നതാണോ ഇഷ്ടം, അതോ ഒരു ജോലിക്ക് പോകുന്നതായിരുന്നു? ജോലിക്ക് പോയി ഞാൻ കണ്ടിട്ടില്ല, ബിസിനസിന് പോയിട്ടാ കണ്ടിട്ടുള്ളൂ. അല്ലെന്നൊരു ആഗ്രഹമല്ലേ? എന്റെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ വിദേശത്ത് വിട്ട് പഠിപ്പിച്ചാണ്. സോ അങ്ങനെ ഒരു CEO, ഡയറക്ടർ, ആസ് എ ഡയറക്ടർ ഓഫ് എ കമ്പനി അങ്ങനെയൊക്കെയാണോ, അതോ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് പാരിപ്പൊരി മുതൽ അംബാനി വരയ്ക്കും ബിസിനസ്സുകാരാണ് അല്ലേ? വിദേശത്തായിരുന്നെങ്കിൽ എനിക്കും പോവായിരുന്നു കൂടെ. പക്ഷെ ഇപ്പൊ സ്വന്തം കമ്പനിയിലാവുമ്പോ സ്വന്തം ഇഷ്ടത്തിന് എന്തും ചെയ്യാൻ പറ്റും. പോകാൻ ആഗ്രഹമുണ്ട്, പുറത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ട് ഒബ്വിയസ്ലി. ഓക്കെ, വെളിയിൽ പഠിച്ച ഒരാളാണ്. അങ്ങനെ ഒരു കമ്പനിയിൽ ബിസിനസ് ചെയ്യണമെന്ന് അച്ഛൻ ഫോഴ്സ് ചെയ്തുകൊണ്ടാണോ, അതോ ബിസിനസ്സിലേക്ക് വരണമെന്ന് ആഗ്രഹപ്പെട്ടാണോ? അല്ല, ഇതെന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ട് ഇപ്പൊ ഞാനൊരു 7th ആ സമയം തൊട്ട് പറയും ഓക്കെ സിവിൽ എഞ്ചിനീയറിംഗ് ചേരാ, അപ്പൊ നമ്മള് ബിസിനസ് ഉണ്ട് കാര്യങ്ങള്. അപ്പൊ ആ സമയത്ത് നമുക്ക് അത്ര കരിയറായിട്ട് ഇതില്ല, നമുക്ക് അറിയില്ല കാര്യങ്ങള്. കൂടെ പഠിച്ചവരെ കാണാറുണ്ടല്ലോ, അപ്പൊ അവരെന്തായിരിക്കും, അവരുമായിട്ട് കമ്മ്യൂണിക്കുമ്പോൾ എന്തായിരിക്കും സംസാരിക്കുക? അവരൊക്കെ നല്ലൊരു പോസ്റ്റിലേക്ക് ഉള്ളവരായിരിക്കുമല്ലോ. അത് പറയാൻ ഇപ്പൊ പഠിപ്പ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ പറഞ്ഞു നിനക്ക് കുഴപ്പമില്ല, നിനക്ക് അച്ഛന്റെ കമ്പനി ഉണ്ട്. ഫ്രീ മൈൻഡിലേക്ക് മാറി. അതെ, അല്ല അങ്ങനെയല്ല, അത് ഓക്കെ ഒബ്വിയസ്ലി കിട്ടായിരിക്കും എന്ന് വിചാരിക്കുക. ബിസിനസ് ആണോ ജോലി ചെയ്യാനാണോ ഇഷ്ടം? ഇപ്പം നമുക്കൊരു വിയറ്റ്നാമിൽ അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിൽ ഒരു വലിയ പോസ്റ്റിലേക്ക് വിളിക്കുകയാണ്, പോകുമോ അതോ ഇവിടെ നിൽക്കുമോ? രണ്ടിനും അതിനേക്കാളും അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ് അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ബിസിനസ് അല്ലെങ്കിൽ ജോബ് ആണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുക, ഫ്രൈഡേ ലാപ്ടോപ്പ് ബന്ദ് ചെയ്താൽ മൺഡേ സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷെ ബിസിനസ് ആകുമ്പോൾ മൺഡേ ടു സൺഡേ ആ സെയിം ടെൻഷൻ തന്നെ ഉണ്ടാവും. ആ കൺസെപ്റ്റ് കൊള്ളാം. ബിസിനസ് ചെയ്യുന്ന ആളാണ്. അതെ, ബിസിനസ് ചെയ്യുന്നതാണ്. പുള്ളിക്കാരൻ പറഞ്ഞു കേട്ടോ, ഒരു അടിപൊളി സംഭവമാണ്. 100% ശരിയാണ്. ഞാനും ജോബ് ചെയ്തിട്ടുള്ള ആളാണ്. നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ 24 hours എല്ലാ ദിവസവും നമുക്ക് വർക്ക് ചെയ്യണം. അത് രാത്രിയിലായാലും പകലായാലും ആ ടെൻഷൻസ് ഉണ്ടാകും. ഒപ്പം തന്നെ ആ ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ചിന്തകളുണ്ടാവും മനുഷ്യന്. അതാണല്ലോ എപ്പോഴും സക്സസ് ആകേണ്ടത്. അപ്പം അത് ജോലി ചെയ്യുവാണെങ്കിൽ അത് ടെൻഷനില്ല. നമ്മൾ എന്താ പറയുക, നമ്മുടെ ഓഫീസ് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാം മറന്നു പോകും. 28-30 സാലറി വരും, അതിന് പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷെ ബിസിനസ് ആകുമ്പോൾ അങ്ങനെയല്ല. നമ്മുടെ ഏണിങ്സോടെ ഏറ്റക്കുറച്ചിലുണ്ടാവും. അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു പക്ഷെ സാധിക്കില്ല. എല്ലാ ബിസിനസ്സുകാരും സക്സസ് ആകണമെന്നുമില്ല. അപ്പം അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും. മോൻ എന്താണ് ഇതിൽ താല്പര്യം? ഒരു ബിസിനസ്സുകാരനാണോ ജോലിക്ക് പോകണം? മോൻ പറഞ്ഞ പോലെ അതായത് ഫ്രൈഡേ ആകുമ്പോൾ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യണം. പക്ഷെ എന്നിരുന്നാലും അവർക്ക് ഇന്ത്യക്ക് വെളിയിൽ പോയി അങ്ങനെ ജോലി ചെയ്യണം താല്പര്യമില്ല. പണ്ട് അങ്ങനല്ല. പണ്ട് നമുക്ക് ആദ്യം ഇഷ്ടം ഗൾഫിൽ പോകാനാണ്. എനിക്ക് തോന്നുന്നു നവാസ് ഭായിയൊക്കെ ബോംബെയിൽ എത്തിയത് ഗൾഫിൽ പോകണമെന്ന് ഒരു ആഗ്രഹമായിട്ടായിരിക്കും. ഇല്ല, ഞാൻ വന്നപ്പോ തന്നെ എന്റെ അങ്കിളിന്റെ ഒപ്പം ഇവിടെ വന്നതാണ്. അപ്പൊ ഞാൻ ഗൾഫിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നിങ്ങൾ കണ്ട ഒരുപാട് പേര് ഗൾഫിൽ പോകാൻ വേണ്ടി മാത്രം ബോംബെ വന്നവരാ ഒരു. തീർച്ചയായും. പക്ഷെ ഇന്ന് ആഗ്രഹം ഇല്ലെന്ന് തോന്നുന്നു ആൾക്ക്. ഇന്നില്ല, ഇന്നിവിടെ തന്നെ കുറെ ഇതുണ്ടല്ലോ, ജോലിയുണ്ട്. പക്ഷെ ഗൾഫിൽ പോയ ആളുകൾക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ ആഗ്രഹമില്ല. കാരണം ഇവിടുത്തെ ഒരു ഇതില് ജീവിക്കാൻ ആഗ്രഹമില്ല. അവിടെ പോയി വീടൊക്കെ വാങ്ങിച്ച് എല്ലാവരും ജീവിക്കാമല്ലോ. ഇവിടെ ഉള്ളവർക്ക് ഇനി അങ്ങോട്ട് പോകാനും താല്പര്യമില്ല. ഉള്ള മക്കളെ നിങ്ങൾ വിടത്തുമില്ല. ഹലോ മുംബൈയിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം. ദേഖ്തരിയെ ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. ഇപ്പോ
ഈ ഗൾഫിലൊക്കെ ഹെഡ് ഹണ്ടേഴ്സ് ഉണ്ട്. അവരെന്താ വെച്ചാൽ അവിടുന്ന് നല്ല എംപ്ലോയീസിനെ പിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ താങ്കളുടെ കമ്പനിയിലേക്ക് ഒരു GM വേണമെങ്കിൽ ഈ ഹെഡ് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും തപ്പുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ആവശ്യം വന്നു കഴിഞ്ഞാൽ തപ്പേണ്ടി വരുമല്ലോ എന്തായാലും. കേരളത്തിൽ നിന്ന് ഇപ്പൊ ആൾക്കാർ ഇങ്ങോട്ട് ജോലിക്ക് വേണ്ടി വരുന്നുണ്ടോ? ഇപ്പൊ ബോംബെയിലേക്ക് ജോലിക്ക് വരുന്ന ആളുകളെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൺലി IT മേഖലകളിൽ മാത്രം. അല്ല, നാട്ടിൽ ചെല്ലുമ്പോൾ എന്റെ മോനെ ഒന്ന് കൊണ്ടുപോകും, ബോംബെ കൊണ്ടുപോയി ജോലി ഇല്ല, പഴയ പോലെ ഇല്ല, അങ്ങനൊന്നുമില്ല അല്ലെ അജയേട്ടാ? ഇല്ലില്ല, ഇപ്പൊ ആരും ചോദിക്കുന്നില്ല. ഇപ്പം വളരെ കുറവ്, ചില ചോദിക്കാറേ ഇല്ല എന്ന് പറയാം. ഇപ്പൊ ഞാൻ ഇത്ര ഒരു 10 വർഷത്തിനിടയ്ക്ക് നോക്കിയിട്ട് എന്റെ കൂടെ വന്നുള്ള നാട്ടിൽ നിന്ന് ജോലി ചോദിച്ചു വന്നൊരു 5-8 പേര് മാത്രമേ ഉള്ളൂ 10 വർഷത്തിനിടയ്ക്ക്. അതിക്ക് മുൻപ് അങ്ങനല്ല, കൊണ്ടുപോയി മോനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തണം, എന്തെങ്കിലും ചെയ്യണം, നിങ്ങളെ കൂടെ വെക്കുക, അല്ല വേറെ എവിടെ നോക്കിയാൽ ആ ഒരു കൺസെപ്റ്റ് 10 വർഷത്തിന് മുന്നേ ഇല്ല. ഇപ്പം ഒട്ടുമില്ല, വളരെ കുറവാണ് ചോദിക്കുന്നത്. നവാസ് ഭായിയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, നവാസ് ഭായി പറഞ്ഞു എവറി ഇയർ ബിസിനസ് ഈസ് ഇൻക്രീസിങ്, പക്ഷെ പ്രോഫിറ്റബിലിറ്റി അതുമാതിരി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ബട്ട് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾക്ക് കമ്മിറ്റ്മെന്റ്സ് കൂടുതൽ വരെയാണ്. നമ്മളിപ്പോ ഒരു വോളിയം വിദേശത്തൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വോളിയം വരുമ്പോൾ നമ്മളത് നോക്കാറില്ല, കാരണം ചെയ്തില്ലെങ്കിൽ അത്ര എക്സ്പെൻസ് കൂടും. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഓരോ ദിവസവും ഓരോ മാസവും അവന് പൈസ കൂടുതലായി കിട്ടണം എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 20 വർഷത്തിൽ സമ്പാദിച്ചേക്കാളും കൂടുതലാവണം അടുത്ത വർഷം. അതൊരു ബിസിനസ്സുകാരന്റെ ചിന്തയാണ്. അതാണ് എന്റെ ക്വസ്റ്റ്യൻ. കാരണം എന്ന് വെച്ചാല് ഇപ്പൊ എക്സ്പെൻസസ് ഈസ് ഇൻക്രീസിങ്, പ്രോഫിറ്റബിലിറ്റി ഈസ് കമ്മിങ് ഡൗൺ, ബട്ട് ഓപ്പർച്യൂണിറ്റീസ് ആർ മോർ, വോളിയം ഈസ് മോർ. അവിടെയാണ് അതിന്റെ സംഭവം. അത് മധു പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മൾ ടേൺ ഓവർ കൂടുമ്പോൾ അപ്പം നമ്മൾ പെർസെൻറ്റേജ് ഓഫ് മാർജിൻ പണ്ട് കൂടുതലായിരുന്നു, ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പല കാര്യങ്ങളായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വോളിയം കൂട്ടണം. വോളിയം കൂട്ടിയില്ലെങ്കിൽ നമുക്ക് ആ പെർസെൻറ്റേജ് പ്രോഫിറ്റബിലിറ്റി നമ്മൾ കോൺസ്റ്റന്റ് ആയി നിന്ന് പോകും. അല്ല, നമ്മൾ വോളിയം കുറച്ച് വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ അല്ല, പണ്ടത്തെ മാറ്റില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾക്ക് ഓവർ ഹെഡ്സ് കൂടുതലാണ്. പണ്ട് നമ്മൾ 5-6 വെച്ച് എന്ന് വെച്ചാൽ സ്റ്റാഫിന് തന്നെ 5-6 വെച്ച് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ജസ്റ്റ് ഡബിളായി 12. കാരണം ഈ കംപ്ലൈൻസിന് തന്നെ സെപ്പറേറ്റ് ഡിവിഷൻ വേണം, അങ്ങനെയുള്ള സേഫ്റ്റി ഗിഫ്റ്റി കാര്യങ്ങൾ. അതുകൊണ്ടായിരുന്നു അത് കംഫർട്ടബിൾ ആയിട്ട് ജോലി തിരഞ്ഞെടുത്തത്. ലോകത്തിൽ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് വർക്കിംഗ് ഫോർ അതേഴ്സ്, രണ്ടാമത്തേത് വർക്ക് themselves. See, ഞാൻ ബിസിനസ് തുടങ്ങിയിരുന്നു തുടക്കത്തിൽ, പക്ഷേ ഇറ്റ് വാസ് എ ഫെയിലിയർ. പിന്നെ ആ സമയത്ത് ഒരു 20 വയസ്സിലാണ് ജോലി കിട്ടിയത്. പിന്നെ ആ സമയത്തൊക്കെ ജോലി ചെയ്യാന്നുള്ളതായിരുന്നു ബിസിനസ്സെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. ഇപ്പൊ നമ്മുടെ ഫാമിലിയിലും ബിസിനസ് എല്ലാവരും വർക്കിംഗ് ആയിരുന്നു. ഇന്ത്യക്ക് വെളിയിൽ പോകാനും തോന്നിയിട്ടില്ല. ഞാൻ ബോംബെയിൽ എത്തേണ്ട പിറ്റത്തെ ദിവസം നമ്മുടെ ബൽവാസ് ഹോട്ടലില് ഗ്രാൻഡ് റോഡില് അവിടെ ഇന്റർവ്യൂവിന് പോയിരുന്നു, ദുബായി പോയാൽ. That was a failure. ഇന്നിപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഏതാണ് യു ആർ ഹാപ്പി നൗ? ഐ എം വെരി ഹാപ്പി. യെസ്. അതിൽ ഓരോ മണി, എന്തിനാണ് പൈസ? ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ കരുതിയിരുന്നത്, ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ കരുതിയിരുന്നത്. Till then, take care and bye-bye. Please tune into Hello Mumbai at 9:30 every Sunday, Charam TV. Hello Mumbai, hello Mumbai, hello Mumbai. ഉയരുണരും റെയിൽപാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ